പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുതിയ ദിവസത്തെ കാണുവാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങളെ എടുത്തു നോക്കുമ്പോൾ, കഴിഞ്ഞ രാത്രിയിൽ നാം കടന്നുപോയതായ ചില സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ, ഈ പ്രഭാതം നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് സുബോധത്തോടെ കാണാം എന്ന് നാം ചിന്തിച്ചതേയല്ല. എങ്കിലും ദൈവം നമ്മെ കൊണ്ടുവന്നു. അത് യാദൃച്ഛികമായി കൊണ്ടുവന്നതല്ല. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ്റെ മുൻപിൽ ഒരുക്കുന്ന ചില പദ്ധതികളുടെ പൂർത്തീകരണമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരു പുതിയ ദേശത്ത് കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ ജോലിയിൽ കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ പ്രഭാതത്തിൽ കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ സങ്കടത്തിൽ കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ വേദനയുടെ താഴ്വരയിൽ നമ്മളെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ കവാടം നമ്മുടെ മുമ്പിൽ തുറക്കുമ്പോൾ, ഒരു ജോലിയിൽ പുതിയതായി ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ, അതെല്ലാം അപ്രതീക്ഷിതമായിരുന്നതാണ് നമ്മുടെ മുൻപിൽ തുറക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ചില കരങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മളിൽ കൂടെ ചില പദ്ധതികൾ ആവിഷ്കരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നഗ്നമായ സത്യം. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവനും അത് കാണുവാനും ദർശിക്കുവാനും താഴ്മയോടെ ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ അതിൻ്റെ പൂർത്തീകരണത്തിലെ അതിനെ അഭിമുഖീകരിക്കുവാനും അതിൽ കൂടെയുള്ളതായ ദൈവത്തിൽ നമുക്കായി വെച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ആ കവാടത്തെ തുറന്ന അത്ഭുതങ്ങൾ കാണുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വം. നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തലനായ പൗലോസിന്റെ അവസാനത്തെ കപ്പൽ യാത്ര. കഴിഞ്ഞ രാത്രിയിൽ അതിനു മുമ്പ് ഒരു വലിയ കപ്പൽ ഛേദമുണ്ടായി. ആ കപ്പൽ ഛേദത്തിന്റെ ഒടുവിൽ പടയാളികൾ തമ്മിൽ കൂടിയാലോചിച്ചു, തടവുകാരെ മുഴുവനും കൊന്നുകളയണം, ഇവർ രക്ഷപ്പെടുവാൻ പാടില്ല. പക്ഷെങ്കിൽ പൗലോസിൽ കൃപ വ്യാപരിക്കുന്നത് സഹസ്രാധിപൻ കണ്ടപ്പോൾ അവനിൽ ഒരു ആത്മനിയോഗമുണ്ടായി. ഇല്ല, കൊല്ലരുത്. പൗലോസ് നിമിത്തം ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാ തടവുകാർക്കും രക്ഷയ്ക്കായി അവർക്ക് ജീവനെ തിരിച്ചു കിട്ടുവാൻ അതിന് ഭാഗ്യമുണ്ടായി. അവർ ഭാഗ്യവശാൽ മൾട്ട ദ്വീപിൽ അല്ലെങ്കിൽ മെലീത്ത ദ്വീപിൽ അവർ കയറി വന്നു. അല്ലെങ്കിൽ കേടായിപ്പോയ തകർന്ന കപ്പലിൽ നിന്ന് പലക കഷ്ണങ്ങളും ഒക്കെ കയ്യിലേന്തി എന്തെങ്കിലും കൈ കിട്ടിയത് കൊണ്ടൊക്കെ നീന്തി അവർ കരയ്ക്കെത്തിയാണ്. എത്തിയപ്പോഴാണ് ആ ദ്വീപ് മൾട്ട ദ്വീപ് ചുറ്റോട് ചുറ്റും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണെന്ന് മനസ്സിലായത്. പൗലോസിന് വളരെ ആശ്ചര്യം തോന്നി. ദൈവം എന്തിനാണ് ഈ ദ്വീപിൽ എന്നെ കൊണ്ടുവന്നത്? അവരുടെ യാത്ര റോമിലേക്കാണ്. അവിടെ വിസ്താരമുണ്ട്. അത് അവസാനത്തെ യാത്രയാണെന്ന് പൗലോസിന് തന്നെ അറിയാം. ഇനി ഒരു യാത്ര തൻ്റെ മുൻപിലില്ല. എന്നാൽ ഈ ദ്വീപിൽ എന്തുകൊണ്ടാണ് ദൈവം എന്നെ കൊണ്ടുവന്നതെന്ന് പൗലോസിൽ ഒരു ചിന്തയുണ്ടായി. പെട്ടെന്ന് ആ ദ്വീപിലുണ്ടായിരുന്ന ബർബരന്മാർ പൗലോസിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും ഒക്കെ ഒരു വലിയ അസാധാരണമായ ദയ കാണിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയ 2-ാം വാക്യത്തിൽ. അതൊരു വലിയ സംഭവം. നോക്കൂ, ദൈവം നമുക്ക് വേണ്ടി നമ്മളിൽ കൂടെ ചില പ്രവൃത്തികൾ ദൈവം പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ സകല കാര്യങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും അനുകൂലമായി വരും. നമ്മോട് ദയ കാണിക്കാൻ പലരെയും ദൈവം അവിടെ ആയിട്ട് ഒരുക്കും. തീർച്ചയാണ് ദൈവത്തിൻ്റെ പദ്ധതി നോക്കൂ. അവിടെ ദൈവം ചെയ്ത പ്രവൃത്തിയെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോഴാണ് ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതായ ഒരാത്മഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ അവർ ചൂടും മഴയും തണുപ്പും നിമിത്തമൊക്കെ, അസാധാരണമായ തണുപ്പാണ്, മഴയാണ്, അല്പം വെയിൽ ചൂട് കായാമെന്ന് വിചാരിച്ചു വിറക് കഷ്ണം എടുത്ത് തീ എരിച്ചു. പൗലോസും കുറച്ച് വിറക് കൊണ്ടുവന്ന് ആ തീയിൽ കൂട്ടി. പെട്ടെന്ന് അതിൽ നിന്ന് ഒരണലി ചാടി പൗലോസിൻ്റെ കയ്യിൽ കയറി കടിച്ചു തൂങ്ങി. അവിടെ ഉണ്ടായിരുന്ന ബർബരന്മാർക്ക്, ആ ദേശനിവാസികളായ ബർബരന്മാർ, നമ്മൾ ബർബരന്മാർ എന്ന് കേട്ടാൽ നമുക്ക് തോന്നും ഏതോ ഒരു നികൃഷ്ട ജീവികളാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അല്ല, ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്തവരെ എല്ലാം ബർബരന്മാരായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. കാരണം അവർ സംസാരിക്കുമ്പോൾ ഗ്രീക്കുകാരുടെ ചെവിയിൽ എത്തുന്നത് ബർബർ ബർബർ.
നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ വടക്കേ ഇന്ത്യയിലും ബോംബെയുടെ ഭാഗങ്ങളിലും UP-യിലും രാജസ്ഥാനിലും ഒക്കെ പോകുമ്പോൾ ആ ദേശക്കാർ നമ്മോട് ചോദിക്കും, നമ്മൾ എന്തിനാണ് ബുടുബുടുബുടുബുടു സംസാരിക്കുന്നത്? മലയാള ഭാഷ കേട്ടാൽ ഗുടുഗുടുകൂടാന്ന് തോന്നിപ്പോകും. ഇപ്പോഴാവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ അവരും ഒരുവിധം മലയാളം സംസാരിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞതുപോലെ ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്തവരുടെ ആ ഉച്ചാരണം ഗ്രീക്കുകാരുടെ ചെവിയിൽ ബർബർ ബർബർ എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ആ ഭാഷകൾ അന്യഭാഷ സംസാരിക്കുന്നവരെയെല്ലാം ബർബരന്മാർ എന്ന് അക്കാലത്ത് വിളിച്ചിരുന്നു. ബർബരന്മാർ ഒരു പ്രത്യേക ജാതിയല്ല, ഒരു ദേശമല്ല, ഒരു വംശവുമല്ല. അന്യഭാഷ സംസാരിക്കുന്ന, മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നവർ ബർബരന്മാർ. ഈ ബർബരന്മാർക്ക് പൗലോസിന്റെ മേളിൽ കയ്യേൽ കടിച്ച അണലി നിമിത്തം ആശ്ചര്യകരമായ ഒരു അനുഭവം. ഇവൻ കപ്പലിൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ദ്വീപിൽ വന്ന് ഇവിടെ ഇതാ അവനെ ദേവി വിടുന്നില്ല. അവൻ കൊലപാതകനും നിഷ്ഠൂരനും അകൃത്യം ചെയ്തവനുമാണ്, പാപിയാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവൻ ഇപ്പോൾ തന്നെ വീർത്ത് പൊട്ടി ചത്തുവീഴും, വളരെ പെട്ടെന്ന് തന്നെ ചത്തുവീഴും. കാരണം അങ്ങനെയുള്ള ഒരു അണലി കടിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഈ ബർബരന്മാർ കണ്ടിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ വീർത്ത് പൊങ്ങി നീര് പിടിച്ച് ചാകുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. അതിനുശേഷം വളരെ നേരം കാത്തുനിന്നു. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടുത്തു വന്നു. അവരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടായി. അവിടെ രക്ഷയുടെ ആരംഭം ആരംഭിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഈ വിഷയത്തിൽ നിന്ന് നമ്മെ ധരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതായ ഒരു ചെറിയ സന്ദേശമുണ്ട്. ബർബരന്മാരും കപ്പലിൽ ഉണ്ടായിരുന്ന ശേഷം യാത്രക്കാരും സഹപ്രവർത്തകരും ഒക്കെ പൗലോസിന് വേണ്ടി, പൗലോസിന്റെ മരണത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു കാണും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവപരിജ്ഞാനം വ്യാപരിക്കുന്ന, ദൈവാത്മാവ് വ്യാപരിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ തന്നെ പറയൂ, പൗലോസ് അപ്പോൾ എന്ത് ചെയ്തു കാണും? ഒരു കൂട്ടം മനുഷ്യർ കാത്തു നിൽക്കുകയാണ്, ദീർഘനേരം കാത്തു നിന്നു. സാധാരണ സമയത്തിൽ കൂടെ they extended their expect waiting. അല്പം കൂടെ പൗലോസിലുള്ള ധൈര്യം കണ്ടുകൊണ്ട് അല്പം കൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നിഗമിക്കുവാൻ കഴിയും. അവൻ ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടുന്ന ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. ദൈവം തന്നെ ആ ദ്വീപിലേക്ക് കൊണ്ടുവന്നത് ഒരണലിയുടെ കടിയേറ്റ് മരിക്കാനല്ല. ആ ദ്വീപിൽ ദൈവത്തിന് ചില പ്രവൃത്തികൾ കാണും. ആ ദ്വീപിലെ ഒരു പ്രമാണിയുടെ അപ്പൻ പനിയും വയറിളക്കവും കൊണ്ട് സുഖമില്ലാതെ അത്യാസന്ന നിലയിലായിരുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസിന് ദർശനമുണ്ടായി. അവൻ്റെ വീട്ടിൽ ചെന്നു, അവനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. ആ ദ്വീപിലുണ്ടായിരുന്ന സകല രോഗികളും അവിടെ ഓടിക്കൂടി, അവരിലൊക്കെയും സൗഖ്യം വ്യാപരിക്കാൻ തുടങ്ങി. അവിടെ കർത്താവിൻ്റെ നാമം ഘോഷിക്കപ്പെട്ടു. അങ്ങനെ പൗലോസ് ആ ദ്വീപിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ വളരെ ദൂരം സമുദ്രത്തിന് ചുറ്റുപാടും കിടക്കുന്ന ഒരു ചെറിയ ദ്വീപിൽ എങ്ങനെ സുവിശേഷം എത്താനാ? ഏത് കാലത്ത് സുവിശേഷം എത്താനാ? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവം രക്ഷിക്കണമെന്ന് വിചാരിച്ച ചില ആത്മാക്കൾ, അവർ ബർബരന്മാരാണെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടി അവിടെ ചെന്ന് കടന്നു ചെന്നു. അവരെ രക്ഷിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ സുവിശേഷം അവരിൽ വ്യാപരിപ്പിക്കേണ്ടതിന് പൗലോസ് അപ്പോസ്തലനെ ദൈവം അതിശയകരമായ രീതിയിൽ ജീവനോടെ വെച്ച് ആ ദ്വീപിൽ കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെക്കൊണ്ട് ചില സ്ഥാനങ്ങളിൽ അവിചാരിതമായി ചില പ്രവൃത്തികൾ ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കൊടും പരീക്ഷ നമുക്ക് നേരിടും. അസാധാരണമായ ഒരു പരീക്ഷയിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. പൗലോസിന് അതാണ് സംഭവിച്ചത്. പൗലോസോ കൃപയിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങൾ ചുറ്റും നിൽക്കുകയാണ്. ഇവൻ വീർത്ത് പൊട്ടി ചത്തു വീഴുന്നത് നോക്കി പൗലോസ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്തുതിച്ചു കൊണ്ടിരുന്നു. ആ സ്തുതിയുടെ ഘോഷത്തിൽ കൂടെ അവന് ദർശനത്തിൽ വന്നുകൊണ്ടിരുന്നത് ആ ദേശത്തിലുള്ള ആത്മാക്കൾ അവൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ചുറ്റും നിന്നവർക്ക് അത് മനസ്സിലായില്ല. വളരെ നേരം അവർ കാത്തു നിന്നു.
സാധാരണ കാത്തുനിന്നതിലും അങ്ങേപ്പുറം, സാധാരണ പരീക്ഷയിലും അങ്ങേപ്പുറം നിന്റെ ശത്രുവായവൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ നീ ചത്തു വീഴുന്നില്ല എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ നിന്റെ അടുത്ത് വന്നു. അതിനു മുമ്പ് അവരെല്ലാം മാറി നിന്നു. കാരണം ഈ വീർത്ത് പൊട്ടുന്നതിൽ നിന്ന് അല്പം വെള്ളം ലേശമായി അവരുടെ ദേഹത്ത് വരണ്ടാലും മതി, അവർക്കും അത് വിഷാംശമേക്കും. അത്രയ്ക്ക് ഉഗ്രവിഷമുള്ള അണലിയാണ് കടിച്ചു തൂങ്ങിയത്. എന്നാൽ പൗലോസോ ആ അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമാണ് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ, ഒരു ജോലിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ, ഒരു ദേശത്ത് കൊണ്ടുപോകുന്നതെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു ദ്വീപിൽ ദൈവമാണ് നിന്നെ കൊണ്ടുപോകുന്നതെങ്കിൽ, ചില വൈഷമ്യ ഘട്ടങ്ങളിൽ ദൈവമാണ് നിന്നെ കൊണ്ടുവരുന്നതെങ്കിൽ, അവയുടെ മധ്യത്തിലുണ്ടാകുന്ന പരീക്ഷകളെ അഗ്നിയിൽ കുടഞ്ഞു കളയുവാനുള്ള ഒരു പുതിയ ശക്തി ദൈവം നിനക്ക് തരും. നിന്റെ അവസാനം അതല്ല എന്ന് ദൈവം നിന്നോട് സംസാരിക്കും. അതിനുവേണ്ടിയല്ല ദൈവം നിന്നെ അവിടെ കൊണ്ടുപോയത്. നിന്നിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിട്ടുള്ള മറ്റ് ചില പദ്ധതികളെ കുറിച്ച് നിന്റെ ഹൃദയവൃത്തികളിൽ ദൈവം പ്രകാശിതമായ ഒരു ദർശനം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാർക്ക് കൊടുക്കുന്ന വെളിപ്പാട്. എന്നാൽ ഭക്തന്മാരെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യിക്കുന്നതിന് മുമ്പ് അവർ തന്നെ ഒരു പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പുതിയ സ്ഥലങ്ങളിലും, പുതിയ അനുഭവങ്ങളിലും, പുതിയ പ്രഭാതങ്ങളിലും, പുതിയ ഭവനങ്ങളിലും, പുതിയ അന്തരീക്ഷങ്ങളിലും, പുതിയ കുടുംബങ്ങളിലും, കുടുംബ ജീവിതത്തിലും, ഒരു വിവാഹ ജീവിതത്തിലും, ഇല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തും, ഒരു അന്യദേശത്തും, അല്ലെങ്കിൽ മറ്റ് നമുക്ക് പരിചയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലും ഒക്കെ ദൈവം കൊണ്ടുപോയി നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള പല വൈഷമ്യങ്ങളും നമ്മെ നേരിടുവാൻ അത് കാരണമാക്കും. നമ്മുടെ ഹൃദയം ചഞ്ചലിച്ചു പോവും. ഇതിനായിട്ടാണോ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നല്ല. നീ കൃപയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, നിന്നെ വിളിച്ചവനെ കുറിച്ചുള്ളതായ ഒരു വലിയ ഒരു ദർശനം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വിളിച്ചവൻ വിശ്വസ്തൻ, ഞാൻ ഓടുന്നത് വെറുതെയല്ല, അല്ലെങ്കിൽ ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്തതുപോലെയല്ല ഞാൻ ചെയ്യുന്നത്, എന്നെ കൊണ്ടുവരുന്നത്, എന്നെ നടത്തുന്നത് ദൈവമാണ്. എൻ്റെ പാതകളെയൊക്കെയും അവൻ അറിയുന്നു. അവനാണ് എന്നെ വിളിച്ചവൻ. അവൻ വിളിച്ചവൻ ഒരു ദേശമുണ്ട് എന്ന് നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ, അതിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുവാൻ ദൈവം നിന്നെ പുതിയ ശക്തിയാൽ നിറയ്ക്കും. നിന്നിൽ കൂടെ ഒരു വലിയ പ്രവൃത്തി ദൈവം ആ ദേശത്ത് ചെയ്യാനുണ്ടാകും. ഈ നാളുകളിൽ ഭക്തന്മാർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു പുതിയ ശക്തിയുടെ മുഖമാണിത്. നിന്നെ ഒരു പുതിയ പ്രഭാതത്തിൽ ദൈവം കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു പുതിയ സമ്മാനം നിനക്ക് കിട്ടിയെന്ന് നീ വിചാരിക്കരുത്. ഈ ദിവസത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ചില പദ്ധതി കാണും. ആ പദ്ധതി നിന്റെ കയ്യിൽ തരുന്നതിന് മുമ്പ് നിന്നെ ദൈവം കഷ്ടത്തിലാക്കിയേക്കാം, പ്രയാസത്തിലാക്കിയേക്കാം. ഒരു കൂട്ടർ നിന്റെ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ച നീ കാണുമ്പോൾ നീ മനമെടുത്തു പോകുന്ന ഒരു അനുഭവം നിനക്കുണ്ടായേക്കാം. പൗലോസിന് അങ്ങനെ ഉണ്ടായില്ല. കാരണം അവൻ ആരെ വിശ്വസിച്ചതെന്ന് അവന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. ആരാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസിനറിയാം. അവനും അതിനെ പിടിക്കാമോ എന്ന് വിചാരിച്ച് പിൻപിലുള്ളതിനെ മുഴുവനും മറന്നുകൊണ്ട് അവൻ ഓടുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ അവനെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഒരു കപ്പൽ ഛേദത്തിൽ നിന്ന്, ഒരു മരണത്തിൽ നിന്ന്, ഒരു വളരെ കഷ്ടതയിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ച വിടുതലിനെ കുറിച്ച് പൗലോസിന് ദർശനമുണ്ട്, നിശ്ചയമുണ്ട്. വെറുതെയല്ല ദൈവം ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നത്, ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്, ഒരു ദിവസത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവം നിന്നിൽ കൂടെ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് ഒരു അനുസരണമായ ദൈവത്തിൻ്റെ കൃപ നിന്നിൽ വ്യാപരിക്കേണ്ടതിന് നിന്നിൽ ഉയർന്നു ഒരു സ്തുതിയുടെ അന്തരീക്ഷം ആവശ്യമാണ്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. കഷ്ടതയുടെ നീർച്ചൂളയിൽ കൂടെ കടന്നുപോയിരുന്നാലും, ഞങ്ങളുടെ ദിവസങ്ങളിൽ കഷ്ടത നേരിട്ടാലും ശരി, മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചിരുന്നാലും ശരി, പ്രിയരെ, അതിൻ്റെ മധ്യത്തിൽ ദൈവം നിന്നെ വെറുതെയല്ല കൊണ്ടുവന്നത്. നിന്റെ കുഞ്ഞുങ്ങളെ വെറുതെയല്ല കൊണ്ടുവന്നത്. നിന്റെ കുടുംബത്തെ വെറുതെയല്ല കൊണ്ടുവന്നത്. നിന്റെ മാതാപിതാക്കളെ വെറുതെയല്ല കൊണ്ടുവന്നത്. അത്യുന്നതിന് നിന്റെ മേൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ മേൽ ദൈവം അത് പൂർണ്ണമാക്കി നിന്നിൽ കൂടെ പ്രാവർത്തികമാക്കുവാൻ സമർപ്പിച്ചു കൊടുക്കുന്ന ജീവിതം എവിടെയുണ്ടോ അവരിൽ ദൈവത്തിൻ്റെ കൃപ പകരും. അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. അവർ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ അത് കാരണമായി തീരും. God bless you.